നമ്മൾ ഫിസിക്സിലെ ഒരു സർട്ടൺ സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ ചാപ്റ്റേഴ്സ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണ്. സോ ഫിസിക്സിലെ കുറച്ച് ബ്യൂട്ടിഫുൾ ചാപ്റ്റേഴ്സ് ആണെന്ന് പറയും. ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുമ്പോൾ ഒക്കെ എപ്പോഴും പറയാറുണ്ട്, ചില ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴാണ് നമുക്ക്, അങ്ങനെയല്ല, ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ബ്യൂട്ടിഫുൾ ആണ്. ചില ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ആ ബ്യൂട്ടി ഇങ്ങനെ വളരെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, റൈറ്റ്? ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു കോട്ട് ഞാൻ എപ്പോഴും ഓർക്കും, ഇഫ് യു കാണ്ട് എക്സ്പ്ലെയിൻ ഇറ്റ് സിംപ്ലി യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ ഇനഫ് എന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു സംഭവം കറക്റ്റായിട്ട് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല, അത് പഠിക്കാനും പറ്റില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത്. സോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിസിക്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം അത് എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് ഏറ്റവും നന്നായി മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. റൊട്ടേഷൻ ഉണ്ട്, ഗ്രാവിറ്റേഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയായാലും ഒരു 2-1 ക്വസ്റ്റ്യൻസ്, മജോറിറ്റി ഗ്രാവിറ്റേഷനിൽ നിന്നല്ല, എല്ലാ വർഷങ്ങളിലും ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. റൊട്ടേഷനും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനും ഓൾമോസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നിന്ന് 1-2 വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നെങ്കിലും മജോറിറ്റി 1 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററാണ്. ഫ്ലൂയിഡ്സും അതേപോലെ തന്നെ 2 അല്ലെങ്കിൽ 1. കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ, ബട്ട് 2 അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഓക്കെ അല്ലേ? സോ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? സോ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഗ്രാവിറ്റേഷൻ്റെ ഏറ്റവും ബേസ് ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഈ ലോയെ മാത്രം നമ്മൾ കൂളംസ് ലോ പഠിക്കുന്നുണ്ട്, വേറെ കുറേ ലോസ് പഠിക്കുന്നുണ്ട്, ബട്ട് ഇതിനെ മാത്രം ഞാൻ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. വൈ? അതിനൊരു പ്രയോറിറ്റി എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുക? ബിക്കോസ് ഇത് യൂണിവേഴ്സൽ ആണ്. യൂണിവേഴ്സിലെ എല്ലാ പോയിന്റ്സിലും ഗ്രാവിറ്റേഷണൽ ലോ ആപ്ലിക്കബിൾ ആണ്. എനിക്ക് എവിടെ പോയി വേണമെങ്കിലും ഈ ലോ അപ്ലൈ ചെയ്യാം ആൻഡ് ഇറ്റ് വിൽ ബി കറക്റ്റ്. അതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? സോ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ്, നിങ്ങൾക്കറിയാം, ഫോഴ്സ് ബിറ്റ്വീൻ 2 masses directly proportional to force of attraction between 2 point masses, directly proportional to product of their masses and inversely proportional to square of distance between them. ഈ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഞാൻ അങ്ങനെ തന്നെ അതിന് പ്രയോറിറ്റി കൊടുത്ത് പറയുന്നു. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പഠിക്കുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വേറൊരു ഫോഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ള 2 ചാർജസ്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 ചാർജസ് നമ്മുടെ കൂളോം ഫോഴ്സിലേക്ക് വരികയാണ്. സോ ഓർമ്മ വരികയാണ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനോ F is equal to G m1 m2 divided by r square or d square, where d is the distance between center of mass of 2 objects ആണ്. സിമിലർലി ഇതിന് സിമിലർ ആയിട്ട് ഓൾമോസ്റ്റ് ഒരേപോലെ വരുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ചത് കൂളോംസ് ലോ. ഓക്കെ, അക്കോർഡിംഗ് ടു കൂളോംസ് ലോ ഐ ക്യാൻ സേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എന്ന് അവിടെ പറയുന്നുണ്ട്. ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ആവാം അല്ലെങ്കിൽ റിപ്പൽസീവ് ആവാം, ബട്ട് മാസസ് തമ്മിലുള്ള ഫോഴ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ആയിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 masses ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ആണ്. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂളോം ഫോഴ്സും തമ്മിലൊരു ഡിഫറൻസ്. കൂളോം ഫോഴ്സിൽ ഐ ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ F is equal to K, നമ്മുടെ 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഓർ D സ്ക്വയർ യു ക്യാൻ റൈറ്റ്. ഈ 2 ഇക്വേഷൻസ് കാണുമ്പോൾ ഇവരുടെ സിമിലാരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിസിക്സ് വിൽ ബി ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ പറയും. നോക്കി, ഈ 2 ഫോഴ്സും ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. അതായത് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ ഈ പഠിക്കുന്ന 2 ഫോഴ്സസ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജ് എന്താണോ അത് തന്നെയാണ് ഗ്രാവിറ്റേഷനിൽ മാസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തൊരു യൂണിഫൈഡ് തിയറി ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിഫൈഡ് തിയറി ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതായത് ഗ്രാവിറ്റേഷനും ഇലക്ട്രോസ്റ്റാറ്റിക്സും എല്ലാം കൂടെ ക്ലബ് ചെയ്ത് എല്ലാവർക്കും കൂടെ ഒറ്റയൊരു തിയറിയൊക്കെ നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ F is equal to G m1 m2 by d സ്ക്വയർ ആണ്. ആൻഡ് അതിനോ 1-2 ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് പറയാം. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ഇറസ്പെക്റ്റീവ് ഓഫ് അവർ കൂളോം ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ആണ്. ആൻഡ് ഓൾസോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മീഡിയം ബിറ്റ്വീൻ ദി മാസസ്. കൂളോം ഫോഴ്സ് നമുക്കറിയാം മാസിനെ അല്ലെങ്കിൽ ആ ചാർജസ് കെപ്റ്റ് ചെയ്യുന്ന മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓർ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഫോഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മീഡിയം ബിറ്റ്വീൻ ദ മാസസ്. മാസസ് എവിടെ വേണേൽ പ്ലേസ് ചെയ്തോ, ദ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ബി സെയിം ആയിരിക്കും. ദർ ഈസ് നോ ചേഞ്ച്.
ആൻഡ് ഇവിടെ വരുന്ന കോൺസ്റ്റന്റ് ജി നമ്മൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 6.67 × 10⁻11 ആണ്. യൂണിറ്റ് ഡയമെൻഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഫോഴ്സിൻ്റെ ഇതേ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മേ ബി യു നോ വാട്ട് ഈസ് എ ഡയമെൻഷൻ ഓഫ് ജി. So from this equation I can write G is equal to FD square divided by M1 M2, right? And F I can write as M L T raised to -2 and D distance ആണ്. So L square divided by M square, and what I am getting is M raised to -1 L cube T raised to -2 aha is the dimension of gravitational constant. I will write once again. Okay, so here I can find G is equal to M raised to -1 L raised to 3 T raised to -2. M raised to -1 L raised to 3 and T raised to -2 is the dimension of gravitational constant. Is the dimension of gravitational constant. Okay alle? Yeah. So moving on, നമുക്കൊരു question ഉണ്ട്. Two particles A and B have masses 1 kg and 4 kg respectively approach each other due to mutual gravitational force. ഇവർ തമ്മിൽ രണ്ടുപേരും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അട്രാക്റ്റീവ് ആണ്. സോ രണ്ട് ബോഡീസ് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. സോ ദെൻ ദ റേഷ്യോ ഓഫ് ആക്സലറേഷൻ ഓഫ് A to B. നമ്മൾ ഇത് സിമിലർ ആയൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. 2 ആസ്ട്രോണട്സ് അവർക്ക് സാറ്റലൈറ്റിൽ നിന്നുള്ള കണക്ഷൻ എല്ലാം ലോസ്റ്റ് ആയി. അങ്ങനെ 2 പേഴ്സൺസ് വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യാതെ ഇങ്ങനെ സ്പേസിൽ നിൽക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദം എന്നൊരു ക്വസ്റ്റ്യൻ മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ. ആൻഡ് വാട്ട് വിൽ ബി ദ ആൻസർ? 2 സാറ്റലൈറ്റ് അല്ല 2 ആസ്ട്രോണട്സ് വാട്ട് വിൽ ഹാപ്പൻ? അവർ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അവരിങ്ങനെ അടുത്ത് വരും. വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലല്ലോ. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ആണ്. സോ ഡ്യൂ ടു ദാറ്റ് അട്രാക്റ്റിംഗ് പവർ അവർ രണ്ടുപേരും ഇങ്ങനെ മെല്ലെ ക്ലോസർ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എനിക്കൊരു ഡൗട്ടായിരുന്നു, അങ്ങനെ എല്ലാ ബോഡീസും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഞാനും ഈ സിസ്റ്റവും എൻ്റെ ഫ്രണ്ടിലുള്ള ക്യാമറയും തമ്മിൽ അട്രാക്ഷൻ ഇല്ലേ? G(m1 m2) ഡിവൈഡഡ് ബൈ D സ്ക്വയർ ചെയ്താൽ എനിക്ക് അവിടെ ഒരു ഫോഴ്സ് കിട്ടും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഫോഴ്സ് വൈ ക്യാമറ ഈസ് നോട്ട് കമ്മിങ് ടുവേർഡ്സ് മീ? അല്ലെങ്കിൽ ഞാൻ എന്താ ക്യാമറയുടെ അടുത്തേക്ക് മൂവ് ചെയ്ത് പോകാത്തെ? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അട്രാക്ട് ചെയ്ത് വരണ്ടേ? വൈ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്? ബിക്കോസ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ വീക്കാണ്. യു ക്യാൻ സി ജിയുടെ വാല്യൂ തന്നെ 6.67 × 10⁻11 ആണ്. സോ വാല്യൂ വളരെ കുഞ്ഞു വാല്യൂ ആണ്, ചെറിയ വാല്യൂ ആണ്. സോ അങ്ങനെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡ്യൂ ടു ദാറ്റ് ഫോഴ്സ് എന്നെ അവിടെ വരെ അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും ആ ഫോഴ്സിന് ഇല്ല. Okay, so whatever, coming to our question, then the ratio of acceleration of A to acceleration of B എന്നാണ് ചോദിച്ചിരിക്കുക. So I know the equation F is equal to, we can write F is equal to G(m1 m2) divided by D square. Equation എഴുതണ്ട, നിങ്ങൾക്ക് അറിയാം. So I am just writing F is equal to G(m1 m2) divided by D square ആണ് നമ്മുടെ equation. And the force between 1 and 4. Similarly, force between 4 kg and 1 kg എല്ലാം സെയിം ആയിരിക്കുമല്ലോ. യാ, സോ എന്നോട് ചോദിച്ചിരിക്കുന്ന റേഷ്യോ ഓഫ് ആക്സിലറേഷൻ ആണ്. സോ ദിസ് ഇക്വേഷൻ ഐ ക്യാൻ റൈറ്റ്, സപ്പോസ് ഇഫ് ദ ഫോഴ്സ് F12 ആണെന്ന് വെച്ചു, ഫോഴ്സ് ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 2 ഇസ് ഈക്വൽ ടു, ഐ ക്യാൻ എല്ലാ ഫോഴ്സും ഐ ക്യാൻ ഇക്വേറ്റ് ടു MA. ഓക്കെ, 1 ഉം 2 അല്ലല്ലോ, Aയും Bയും അല്ലേ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. സോ ഐ ഓൾസോ ചേഞ്ച്. സോ ഓക്കെ, സോ this is force acting on A due to B, which is equal to MA. So from this I can calculate, I know the force is or acceleration is equal to F divided by M ആണെന്ന് കിട്ടി, right? So if I am taking a ratio A1 divided by A2 or AA divided by AB, acceleration of A with respect to acceleration of B എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So I can write F divided by mass of A divided by F by mass of B എന്ന് FF cancels and I am getting what I am getting, MB divided by M എന്ന് കിട്ടുന്നു. And mass of A is, no, mass of B is 4 and mass of A is 1. So I am getting 4 divided by 1 as the answer. You got it? നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡയറക്റ്റ് F is equal to G(m1 m2) divided by D square പഠിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓരോ ഒബ്ജക്റ്റിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഓർ ദ റേഷ്യോ ഓഫ് ആക്സിലറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവരുടെ ആക്സിലറേഷൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എനിവേ ഐ നോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു F/m. നമ്മൾ പണ്ട് പഠിച്ചൊരു കോൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്യുന്നല്ലേ. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ വിൽ ബി 4:1. Now I am moving to next question.
ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ ഗ്രാവിറ്റേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഷുവർ ആയിട്ടും ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് ക്ലബ് ചെയ്ത് വേണം പഠിക്കാൻ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്കുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെ ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടേംസ് പഠിച്ചിട്ടുണ്ട്. അതിന് എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള ടേംസ് ഇവിടെ ഗ്രാവിറ്റേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇൻ ഗ്രാവിറ്റേഷൻ ഐ നോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. Do you remember what was electrostatic potential energy? It is the work done to move an object, move a unit charge അല്ലെങ്കിൽ ഒരു ചാർജ് from infinity to a particular point. Similar to that gravitational potential energy അതുമായിട്ട് വളരെ ക്ലോസർ ആണ്. I can say gravitational potential energy is also work done. ഇവരൊക്കെ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. പൊട്ടൻഷ്യൽ എനർജി വാട്ട് എവർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലും സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. സോ ഐ ക്യാൻ സേ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം, ചാർജ് അല്ല മാസ്, വർക്ക് ഡൺ ടു മൂവ് എ മാസ് ഫ്രം ഇൻഫിനിറ്റി ടു എ പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, രണ്ടിനും ഡെഫിനിഷൻ സെയിം ആ, ഒരിടത്ത് ചാർജ് ഒരിടത്ത് മാസ്, അത്ര മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ആൻഡ് റിമെമ്പർ ദാറ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ദ ഇക്വേഷൻ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ക്ലബ് ചെയ്ത് തന്നെ പഠിക്കണം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് 2 ചാർജസ് ആണ്. ഐ ക്യാൻ റൈറ്റ് Q1 Q2 ഡിവൈഡഡ് ബൈ R ആയിരുന്നു. ഇവിടെ G(m1 m2) ഡിവൈഡഡ് ബൈ R ആണ്. ബട്ട് ദ തിങ് ഈസ് യു ഹാവ് ടു റിമെമ്പർ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് ഓർത്താൽ മതി. സോ ഐ ക്യാൻ റൈറ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് G(m1 m2) ഡിവൈഡഡ് ബൈ R ആണ്. R സ്ക്വയർ ഇല്ല, R ആണ്. ഫോഴ്സിന്റെ കേസിലാണ് R സ്ക്വയർ വരിക, അല്ലെ ഫീൽഡിന്റെ കേസിലാണ് R സ്ക്വയർ വരിക. ഇവിടെ ഇറ്റ് ഈസ് മൈനസ് G(m(m) or m1 m2) ഡിവൈഡഡ് ബൈ R ആണ്. ഓക്കെ. And I told you gravitational potential energy on the surface of earth is always negative, and gravitational potential energy maximum ആവുന്നത് ഇൻഫിനിറ്റിയിലാണ്. So when R become infinity നമ്മുടെ ഇക്വേഷൻ എന്താവും? So I can write gravitational potential energy minus G(mm) divided by R ആണ്. So when R become infinity, R infinity ആവുമ്പോൾ I can write the equation gravitational potential energy becomes 0. When gravitational potential energy is 0, then അതാണ് ആ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ. ബാക്കിയൊക്കെ നെഗറ്റീവാണ്. ആകെ ഒരു മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിനിറ്റിയിലാണ്. സോ ഐ ക്യാൻ സേ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലായിരിക്കും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ. ബാക്കി എർത്തിൻ്റെ സർഫസ്, എർത്തിനോട് നിയർ ബൈ എല്ലാ പോയിന്റിലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ബിക്കം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഈ പൊട്ടൻഷ്യൽ എനർജി പഠിക്കുമ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ NCERT ചെക്ക് ചെയ്യുക. NCERT പഠിക്കുമ്പോൾ NCERTയിൽ കുറച്ച് സോൾഡ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചാർജിന് ചുറ്റും എ പോസിറ്റീവ് ചാർജ് ഈസ് മൂവിങ് ഫ്രം A to B അല്ലെങ്കിൽ C to D എന്നൊക്കെ പറഞ്ഞ NCERT സോൾഡ് എക്സാമ്പിൾസ് ഉണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി റിലേറ്റഡ് ആയിട്ട്, സോ വെൻ ഐ എം മൂവിങ് എ മാസ് ഫ്രം one point to another point, gravitational potential energy increases or decreases. That type of questions കാണാറുണ്ട്. സോ എങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് ക്ലിയർ ആക്കുകയെന്ന് ഞാൻ എങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളോട് പറയാം. വലിയ ഫിസിക്സ് ഒന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടൊരു കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഓർത്തിരിക്കാം. സോ ബിഫോർ ദാറ്റ് നിങ്ങളൊന്ന് നോക്കിയേ. സോ എർത്ത് ഉണ്ട്. സോ ഇനിഷ്യലി ആൻ ഒബ്ജക്റ്റ് ഈസ് ക്ലോസ് ടു സർഫസ് ഓഫ് എർത്ത് ആണ്. So when I am moving that object from earth surface to some other point, എർത്തിൻ്റെ അടുത്തുനിന്ന് കുറേ ദൂരേക്ക് മാറ്റി ഞാനൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ് ആണ്. ഓക്കെ, ഇത് ബൈ ഹാർട്ട് പഠിക്കണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ബൈ ഹാർട്ട് പഠിക്കുന്നതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെ ഓർത്തിരിക്കാൻ. ആൻഡ് സെക്കൻഡ് കേസ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് ക്ലബ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. സെക്കൻഡ് കേസ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എർത്തിന് നമ്മൾ ഓൾമോസ്റ്റ് നെഗറ്റീവ് ചാർജാന്ന് പറയും. എർത്തിന് ക്ലോസർ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് എ പോസിറ്റീവ് ചാർജ് ഈസ് മൂവിങ് എവേ ആണ്. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഓൾസോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ പോസിറ്റീവ് അങ്ങനെ ഓർക്കാം. ബട്ട് അതിലും സിമ്പിളായിട്ട് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പഠിക്കാം. സോ ഐ എം സെയിങ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെ വോട്ട് എവർ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഒരു ടെൻഷനാണെന്ന് വിചാരിച്ച്, ആ ടെൻഷനല്ല, നമ്മുടെ ഫിസിക്സിലെ ടെൻഷനല്ല, അല്ലാത്ത ടെൻഷൻ, ഒരു പേടി, വോട്ട് എവർ ഒരു സുഖമില്ലായ്മയാണ് ടെൻഷൻ, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓർ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഐ എം സിംപ്ലി സെയിങ്
ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് നെഗറ്റീവ് എന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഇനിഷ്യലി ആൻ ഒബ്ജക്റ്റ് ഈസ്, നമ്മൾ പറഞ്ഞ ആ സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ പറയുക. സോ ഗ്രീൻ വേണ്ട, ബ്ലൂ, യെല്ലോ മതി. സോ ദർ ഈസ് എർത്ത്, ഇതാണ് എർത്ത്. സോ ഐ എം കീപ്പിംഗ് ആൻ ഒബ്ജക്റ്റ് ഹിയർ, object of mass m. So this object will experience a gravitational potential energy. I can write minus gmm divided by capital R. Fine. Radius of earth. Now I am moving the object to a particular height. Ingotu move edu. So that height will be R from the surface of earth. So the second point I can write gravitational potential energy is equal to minus gmm divided by R plus h. Right? ഇതിൽ ഏതായിരിക്കും കൂടുതൽ? ഐ മീൻ നെഗറ്റീവ് ആണെന്ന് ഓർക്കുക. സോ ഏത് വാല്യൂ ആയിരിക്കും ഗ്രേറ്റർ? നമ്മൾ നെഗറ്റീവ് ഇല്ലായിരുന്നെങ്കിൽ ഐ വിൽ സേ U2 വിൽ ബി ലെസ്സർ എന്ന് പറഞ്ഞേനെ. ബട്ട് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് -22 ആണോ -2 ആണോ ബിഗ്ഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ടു സേ -2 എന്ന് പറയേണ്ടി വരും അല്ലേ? സോ അതുകൊണ്ട് തന്നെ U2 ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രേറ്റർ വാല്യൂ. സോ ഐ ക്യാൻ സേ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ് ആണ്. ഓക്കെ, ഇതാണ് തിയറി. സോ വാട്ട് ഐ എം സെയിങ്, എർത്തിൻ്റെ സർഫസിൽ -gmm/r ആണ്, ഒരു ഹൈറ്റിൽ -gmm/r + h ആണ്. നെഗറ്റീവ് വാല്യൂ ആണ്. ആ നെഗറ്റീവ് വാല്യൂ കുറയാന്ന് വെച്ചാൽ ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് ബിക്കമിങ് ഗ്രേറ്റർ. സോ U2 ഈസ് ഗ്രേറ്റർ ദാൻ U1 എന്ന് കിട്ടും. സോ ആ ഹൈറ്റിൽ അല്ലെ ആ പെർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും എന്ന് കിട്ടി. ഓക്കെ ആണോ? സോ ദാറ്റ് പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി ഗ്രേറ്റർ ആയിരിക്കും. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇനി നമ്മുടെ ലോജിക്കൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഇത് പഠിക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചറാണ്. സോ അങ്ങനെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കുന്ന, എർത്തിനോട് ചേർന്ന് വളരെ അട്രാക്റ്റിംഗ് ആയിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എർത്തിൻ്റെ അടുത്തുനിന്ന് മാറ്റി ദൂരെ എവിടെയോ പ്ലേസ് ചെയ്യുക. ആ ഒബ്ജക്റ്റ് ഹാപ്പി ആയിരിക്കുമോ? ഒരിക്കലും അല്ല, അത് അൺഹാപ്പി ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു ഒബ്ജക്റ്റിന് അൺഹാപ്പിനെസ് കൂടുമ്പോൾ ഐ ഹാവ് ടു സേ ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ഓൾസോ ഇൻക്രീസസ്. ഇത് നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലും കിട്ടൂല. ഇത് ലോജിക്കലി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. സോ അൺഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയും. സോ ഒരു മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഈസ് ക്ലോസ് ടു എർത്ത് സർഫസ് it will be happy because gravitational force is always attractive ആണ്. സോ എർത്തിനോട് വളരെ ക്ലോസ് ആയിട്ടിരിക്കും. സോ ആ ഫോഴ്സിൻ്റെ അതേ ഓർഡറിൽ തന്നെ ഇവരിയ്ക്കുന്നു. സോ ഇറ്റ് വിൽ ബി ഫൈൻ. സോ വെൻ ഐ മൂവിങ്, ആ ഒരു അട്രാക്റ്റിംഗ് ആയിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ കുറേ ദൂരെ മാറ്റി പ്ലേസ് ചെയ്തു. സോ ദ ഒബ്ജക്റ്റ് ബിക്കം ടെൻസ്ഡ് ഓർ ദ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്. യു ഗോട്ട് ഇറ്റ്? ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യണേ, പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ആയിരിക്കും. ഇതൊരു ലോജിക്കൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാം. ബിക്കോസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പോസിറ്റീവ് ചാർജ് ഈസ് മൂവിങ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാവിറ്റേഷനിലെ കേസ് സിമ്പിളാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കുറച്ചുകൂടെ ചോദിക്കണം. വെൻ എ നെഗറ്റീവ് ചാർജ് ഈസ് മൂവിങ് അവേ ഫ്രം എ പോസിറ്റീവ് ചാർജ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ യു വിൽ വെറുതെ ബൈ ഹാർട്ട് പഠിച്ചാൽ കൺഫ്യൂസ്ഡ് ആവും. സോ യു ഹാവ് ടു തിങ്ക്, ഓക്കെ, രണ്ട് പോസിറ്റീവ് ചാർജസ് ആണ്, അടുത്തിരിക്കുമ്പോൾ അവർ ഹാപ്പി അല്ല. സോ വെൻ ഐ എം മൂവിങ് അവേ ദേ ബിക്കം ഹാപ്പി. സോ ഹാപ്പി ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. ലൈക്ക് ദാറ്റ് യു ക്യാൻ സിംപ്ലി തിങ്ക്. ഓക്കെ അല്ലേ? സോ ഞാനിങ്ങനെ ഓർത്തിരിക്കുമ്പോൾ എനിക്ക് വളരെ കൂളാണ്, വളരെ ഹാപ്പിയാണ്, എനിക്ക് ബ്യൂട്ടിഫുള്ളി ഫിസിക്സ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. സോ ഇത് നമുക്കറിയാം, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ് വെൻ ടു ഒബ്ജക്ട്സ് ആർ മൂവ് അപ്പാർട്ട് ബിക്കോസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ആണ്. സോ അവരിങ്ങനെ മാറ്റുമ്പോഴേക്കും അവരുടെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്. ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ് വെൻ ടു ഒബ്ജക്ട്സ് ആർ മേക്കിംഗ് ക്ലോസ് ടു ഈച്ച് അതർ. ഓക്കെ അല്ലേ? യെസ്. So moving on, our next question, the change in potential energy when a body of mass m is raised to a height of 3r from Earth's surface. ഓക്കെ, ഇതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഒക്കെ ഉണ്ട്. സോ ആദ്യം നമുക്ക് ഇക്വേഷനൊക്കെ നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. സോ ഇനിഷ്യലി, സോ ഈ ടൈപ്പ് ഓഫ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് മൈ എർത്ത്. ഓക്കെ, സോ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഇനിഷ്യലി ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. So the potential energy on the surface of earth is, I can write minus gmm divided by r. Okay, so now it is moved to another position. So this is u1, another position which is 3r from the surface of earth. Earth and the surface inane. Okay, so u2 I have to write minus gmm divided by, are you able to see the? Okay alle 3r plus r 4r എന്ന് എനിക്ക് കിട്ടും, റൈറ്റ്? സോ നമുക്ക് പറഞ്ഞിരിക്കുന്ന 2 പൊസിഷൻസിലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എഴുതുന്നു. ഇനിഷ്യലി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് അവർ ജനറൽ ഇക്വേഷൻ -gmm/r.
ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വിച്ച് ഈസ് 3r ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് എന്ന് തന്നിട്ടുണ്ട്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് 3r ആണ്. സോ r പ്ലസ് 3r മീൻസ് സെൻറ്ററിൽ നിന്നല്ലേ നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ r പ്ലസ് 3r ഈസ് 4r എന്ന് കിട്ടി. നൗ ഐ ക്യാൻ ജസ്റ്റ് സബ്ട്രാക്ട് the change in potential energy is equal to, I can write u2 minus u1, so which will be minus gmm divided by 4r minus plus എല്ലാ സ്റ്റെപ്പ് എഴുതണോ, minus plus gmm divided by r. ഓക്കെ അല്ലേ? So now what I can do, ഇവരെയൊന്ന് സോൾവ് ചെയ്യുമ്പോൾ gmm divided by r I can take as common. 1 minus 1 by 4 എന്ന് വരും. 1 minus 1 by 4 is 3 by 4. I know it is 3 by 4. So ഈ gmm എന്നുള്ളത് I know gm എന്ന് പറയുന്നത് acceleration due to gravity. I already know acceleration due to gravity is gm divided by r square. Okay. So I can write gm is equal to gr square. So instead of this gm, I can substitute gr square. Actually ഇവിടെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ആൻസർ കിട്ടിയിട്ടുണ്ട് gmm by r into 3 by 4. ബട്ട് ആ ടേംസിലല്ല ഓപ്ഷൻ എന്നുള്ളത് എനിക്ക് ഓപ്ഷൻസ് കണ്ടപ്പോൾ മനസ്സിലായി. ഈവൻ ഈ ക്യാപിറ്റൽ ജിയുടെ ടേംസിലാണ് ഓപ്ഷൻസ് എങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആയേനെ. ഇവിടെ വരെ മതി, ഇതുകൊണ്ട് നിർത്താം. ബട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓപ്ഷൻസിൽ സ്മോൾ ലെറ്റർ ജിയുടെ ടേംസിലാണ്. സോ സ്മോൾ ലെറ്റർ ജിയെ നമ്മൾ ആ ഇക്വേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്തത്, ജി ഈസ് ഈക്വൽ ടു gm by r square ഇക്വേഷൻ എഴുതിയത്. ഫ്രം ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ക്യാപിറ്റൽ gm is equal to gr square എന്ന് കിട്ടും. gm is equal to gr square m divided by r into 3 by 4. So r cancels and I am getting mgr divided by 3 mgr divided by 4 and this will be our answer. ബുദ്ധിമുട്ടില്ലല്ലോ. സപ്പോസ് ഇതിനൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്, യു മേ ബി റിമെമ്പറിങ് ദാറ്റ്. ബട്ട് ഞാൻ സ്റ്റിൽ അങ്ങനെ പറയുന്ന എന്താണ് കോൺസെപ്റ്റ് എന്ന് അറിഞ്ഞാൽ സപ്പോസ് ഡ്യൂറിങ് എക്സാമിനേഷൻ ഓർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങൾ ആ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ മറക്കില്ല. സപ്പോസ് മറന്നാലും നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഇത്ര സ്റ്റെപ്സേ ഉള്ളൂ, അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല. ഓക്കെ. സോ ഓർ എൽസ് നമ്മുടെ ഇക്വേഷൻ ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇക്വേഷൻ വിൽ ബി, യു മേ നോ, അത് വളരെ സിമ്പിളാണ്. mgh divided by 1 plus h by r. Okay. So mg into h is the height from the surface of earth. mg into 3r divided by 1 plus the 3r divided by r. So I am getting directly 3 mgr divided by 4. So I am showing you both the methods. Either equations പഠിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, നമ്മുടെ നോർമൽ വേയിൽ പൊട്ടൻഷ്യൽ എനർജി 2 പോയിന്റ്സിലെ പൊട്ടൻഷ്യൽ എനർജി എടുത്ത് അവരുടെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയും ചെയ്യും. ഓക്കെ അല്ലേ? സോ ഇത് ഓർ മെത്തേഡാണ്, ഐദർ ദിസ് വൺ ഓർ ദിസ് വൺ. സോ വി ഗോട്ട് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 3 by 4 mgr. മൂവിങ് ഓൺ, ഇനി റൊട്ടേഷനിലേക്ക് വരുമ്പോൾ റൊട്ടേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. സോ ഇനേർഷ്യയെല്ലാം നമ്മൾ ലോസ് ഓഫ് മോഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ക്ലബ് ചെയ്ത് പഠിക്കുക. അവിടെ ഇനേർഷ്യ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് ഡിറക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് വാസ് അവർ ഇനേർഷ്യ? ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ വെൻ ആൻ ഒബ്ജക്റ്റ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയും, റൈറ്റ്? വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ്, ആ മൂവ്മെൻറ്റിനെ അതിനെ ഒപ്പോസ് ചെയ്യാതെ ആ മൂവ്മെൻറ്റിൽ തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി, ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യാനുള്ള ആ ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ എന്ത് വിളിച്ചത്? ഇനേർഷ്യ എന്ന് പറയും. ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആക്ച്വലി അത് തന്നെയാണ്. ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് ഞാൻ എന്ത് വിളിക്കാം? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. ഇറ്റ്സ് ആക്ച്വലി ഒബ്ജക്ട്സ് റെസിസ്റ്റൻസ് ടു ആംഗുലർ ആക്സലറേഷൻ. ആംഗുലർ ആക്സലറേഷൻ എന്ന് വെച്ചാൽ അവർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. സോ യു മേ ഹാവ് സീൻ, നമ്മൾ വാട്ടർ തീം പാർക്കിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിങ്ങനെ സ്ലൈഡ്സിലൊക്കെ കയറുമ്പോൾ അവരിങ്ങനെ പറയും കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചോളാൻ പറയും. എന്തിനാ? നമ്മൾ കൈ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കത്തി വെച്ചിരുന്ന എന്ത് പറ്റും? കൈ ഇടിക്കും, അത് വേറൊരു പോയിന്റ്. അത് കൂടാതെ നമ്മുടെ മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയാണ്. സോ മാസിൻ്റെ ആ മാസും നമ്മുടെ സെൻറ്റർ ഓഫ് മാസും നമ്മുടെ ടോട്ടൽ മാസും തമ്മിൽ ആ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാവും. ഓക്കെ, അത് തന്നെയാണ് നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ട്. ഒരു സ്വേളിംഗ് ചെയറിൽ ഒരു കുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടിവെച്ച് നിന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നല്ല സ്പീഡാണ്. സോ വെൻ കുട്ടി ഇങ്ങനെ കൈയൊക്കെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുമ്പോൾ വോട്ട് ടു സേ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. അത് നമുക്ക് വീട്ടിൽ വേണേൽ ചെയ്ത് നോക്കാം, ഇപ്പോൾ വേണേൽ ചെയ്തോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, സോ ലെറ്റ്സ് സി. അല്ലെങ്കിൽ വോട്ട് ടു സേ ഈ ഡാൻസേഴ്സ് ഒക്കെ സ്പിൻ ചെയ്യുന്ന ആ ടൈമിലെല്ലാം നമുക്കിത് കാണാൻ പറ്റും. കൈ വളരെ ക്ലോസറായിട്ട് പ്ലേസ് ചെയ്യുമ്പോഴേക്കും സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. ഒബ്ജക്റ്റ്, ഐ മീൻ ആക്സിസ് ഓഫ്
ഓഫ് റൊട്ടേഷനുമായിട്ട് മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ക്ലോസർ ആണെങ്കിൽ ഐ ക്യാൻ സേ ഒബ്ജക്റ്റ് ക്യാൻ റൊട്ടേറ്റ് മോർ ഫാസ്റ്റ്. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് മിനിമം ആയിരിക്കും. സെൻറ്റർ ഓഫ് മാസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മിനിമം ആയിരിക്കും, ബിക്കോസ് ആ സെൻറ്റർ ഓഫ് മാസുമായിട്ടുള്ള ഡിസ്റ്റൻസ് മിനിമം ആയിരിക്കും. So our question is, a rigid body can be hinged about any point on x-axis. Fine. When it is hinged such that moment of inertia is given by moment of inertia ഒരു equation തന്നിരിക്കുക. Okay, so I can write x square minus moment of inertia is given by x square minus 24x plus 48 എന്ന് തന്നിരിക്കുക. And what they are asking, the x coordinate of center of mass എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിച്ച് കൊടുക്കാനാണ് പറയാം. ആൻഡ് ഐ ടോൾഡ് യു മൊമെന്റ് ഓഫ് ഇനേർഷ്യ മിനിമം ആയിരിക്കും എവിടെ? സെൻറ്റർ ഓഫ് മാസിൽ. സോ ഇഫ് എ ഫംഗ്ഷൻ ഈസ് മിനിമം, നമ്മളൊരു കണ്ടീഷൻ ഒരുപാട് ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ കണ്ടീഷൻ. മേ ബി നിങ്ങൾ മാത്സിലും പഠിച്ചിട്ടുണ്ട്, അതല്ലാതെ നമ്മൾ ഗ്രാവിറ്റേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇഫ് എ ഫംഗ്ഷൻ ഈസ് മിനിമം, ഇറ്റ്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിൽ ബി 0 ആയിരിക്കും. So I can write, in order to find the center of mass, I have to differentiate this di by dx. The first derivative of the moment of inertia must be 0 ആയിരിക്കും. Okay, center of mass ആണെങ്കിൽ moment of inertia will be minimum. So I can write differentiating x square 2x minus 24 plus 48 ഇല്ല, 0 ആയിപ്പോവും, which is equal to 0, and I got the answer 2x equal to 24, x is equal to 12. You got it? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിഫറൻസിയേഷൻ ആണ്. ബട്ട് യു ഹാവ് ടു റിമെമ്പർ, സെൻറ്റർ ഓഫ് മാസ് ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി മിനിമം. ഓക്കെ അല്ലേ? യെസ്. സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രെസ്, സ്ട്രെയിൻ ഒക്കെ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് പറഞ്ഞാൽ മതി അല്ലേ? സ്ട്രെസ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഡിവൈഡഡ് ബൈ ഏരിയ. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും യൂണിറ്റ്. ആൻഡ് ദെൻ സ്ട്രെയിൻ ഉണ്ട്, അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. സോ വെൻ ഐ എം അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ എ ബോഡിയുടെ ഐദർ ഷേപ്പ്, സൈസ്, ലെങ്ത് ഒക്കെ ചേഞ്ച് ആവും. സോ അങ്ങനെ ഉണ്ടാകുന്ന ആ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷനെ ഞാൻ വിളിച്ച പേരാണ് സ്ട്രെയിൻ. Okay, so what was strain? Change in dimension divided by original dimension. Strain can be change in length by original length, or change in volume divided by original volume, change in shape divided by original angle divided by change in what, അങ്ങനെ എല്ലാ ചേഞ്ചസിനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്. ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെസ് ഉണ്ട്, ഷിയറിംഗ് സ്ട്രെസ് ഉണ്ട്, ആൻഡ് ഹൈഡ്രോളിക് സ്ട്രെസ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡനൽ മീൻസ് ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ സപ്പോസ് എലോങ്ങേറ്റ് ചെയ്യണം, കംപ്രസ് ചെയ്യണം, ആ കേസിലാണ് ലോഞ്ചിറ്റ്യൂഡനൽ പറയുക. ഷിയറിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരികയാണ്. തേർഡ് കേസ് ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ വോളിയത്തിന് ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയും. സ്ട്രെയിൻ ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ ഉണ്ട്, ഇതിനെല്ലാം കറസ്പോണ്ടിങ് സ്ട്രെയിൻസ് ഉണ്ട്. ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ട്, ഹൈഡ്രോളിക് സ്ട്രെയിൻ ഉണ്ട്. ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് within elastic limit I can say stress is directly proportional to strain ആയിരിക്കും. എല്ലാ സ്ട്രെസ്സും within elastic limit directly proportional to strain ആയിരിക്കും. or I can say stress by strain is a constant ആയിരിക്കും. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റിനെ ഹോക്സ് ലോ നമ്മളൊരു പേരൊക്കെ വിളിച്ചായിരുന്നു. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നോക്കുക. 3 ടൈപ്പ് ഓഫ് സ്ട്രെസ് ഉണ്ട്, 3 ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഐ ക്യാൻ സേ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിക് മോഡുലൈ വിൽ ബി ദെയർ. ഫസ്റ്റ് വൺ ഈസ് Young's modulus, then rigidity modulus, and third one is our bulk modulus. Young's modulus എന്ന് പറഞ്ഞാൽ longitudinal stress by longitudinal strain ആയിരിക്കും. Y is equal to FL divided by A delta L ആണ്. Rigidity modulus എന്ന് പറയുമ്പോൾ shearing stress by shearing strain ആണ്. So FL divided by A delta X വരും. And bulk modulus is equal to, നമ്മൾ bulk modulus എന്ന് പറഞ്ഞാൽ കണ്ടായിരുന്നു, F by A തന്നെയാണ്, but in volume reduce ചെയ്യല്ലേ. ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ I can say F divided by area will be pressure ആണ്. So I can write minus P divided by delta V by V എന്ന് കിട്ടും. അതാണ് 3 നമ്മുടെ ഇലാസ്റ്റിക് മോഡുലസ്. Okay, so we are moving to our question. To what depth below the surface of a sea should a rubber ball is taken so to decrease its volume by 0.2%?
ഒരു സീയുടെ സർഫസിൽ നിന്ന് എത്ര ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു റബ്ബർ ബോളിൻ്റെ വോളിയം 0.2% ഡിക്രീസ് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കും. ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? അകത്തല്ല, സീയുടെ സർഫസിൽ നിന്ന് ഡെപ്തിലേക്ക് പോകുമ്പോഴേക്കും ഒബ്ജക്റ്റിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? പോസിബിലിറ്റി ഉണ്ടോ? പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് ആ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐ ഹാവ് ടു സേ പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു സബ്മറൈൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? ടൈറ്റൻ എന്ന് പറഞ്ഞൊരു സബ്മറൈൻ, നമ്മുടെ ടൈറ്റാനിക്കിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് പേര് പോയ ടൈറ്റൻ എന്ന് പറഞ്ഞൊരു സബ്മറൈനെ പറ്റി കേട്ടിട്ടുണ്ടോ? സോ ആ ഡെപ്തിലേക്ക് പോകുമ്പോഴും സീയുടെ കുറേ ഡെപ്തിലേക്ക് പോകുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതൊരു സബ്മറൈൻ ആയിരുന്നു, ബട്ട് അത്ര ഹൈ പ്രഷർ അതിന് താങ്ങാൻ പറ്റാതെ കൊളാപ്സ് ആയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം അല്ലേ? Okay, so whatever the depth increases, pressure also increases ആണ്. So pressure increase ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ക്വസ്റ്റ്യൻ ഈസ് കറക്റ്റ് എനിവേ. ഓക്കെ, സോ ലെറ്റ്സ് എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം. അതിന് ബൾക്ക് മോഡുലസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഓക്കെ, സോ ഡെപ്ത് ആണ് കണ്ടുപിടിക്കുക. സോ ഐ എം റൈറ്റിംഗ് ദ ഇക്വേഷൻ ഫോർ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു മൈനസ് പി, മൈനസ് ഒന്നും എഴുതുന്നില്ല, പി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ആണ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി. And at a particular depth I have to write pressure is equal to H rho g ആയിരിക്കും അല്ലേ? So pressure is equal to H rho g. Okay, pressure is equal to H rho g വരും. And what depth below the surface of a sea should a rubber ball is taken so to decrease its volume by 0.2% എന്ന് തന്നിരിക്കുന്നത് H rho g. ഈ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ആണ് നമുക്ക് 0.2% എന്ന് തന്നിരിക്കുന്നത്. സോ 0.2 ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, സോ നമ്മളോട് ഇപ്പോൾ സപ്പോസ് ടോട്ടൽ പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറൂടെ ക്ലബ് ചെയ്ത് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഇവിടെ ജസ്റ്റ് പ്രഷർ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് എച്ച് റോ ജി എന്ന് എടുക്കുകയാണ്. സോ ഹിയർ ഐ ക്യാൻ റൈറ്റ് ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ എച്ച് ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഐ ക്യാൻ റൈറ്റ് ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു 9.8 into 10 to the power 8. 0.2 divided by 100 multiplying, cross multiplying this denominator term, and H rho g, H I don't know, rho density is 10 to the power 3, G is 9.8 എന്ന് എടുക്കാം. ഓക്കെ, സോ ഈ 9.8 ഇവിടെ കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ 9 എടുത്ത് 9.88 ക്യാൻസൽ ചെയ്തു. സോ വാട്ട് ഐ എം ഗെറ്റിംഗ്, സോ 10 to the power 6 വന്നു, 6ഉം 3യും കൂടെ ക്യാൻസൽ ചെയ്തു. സോ വാട്ട് ഐ എം ഗെറ്റിംഗ്, H is equal to 200 എന്ന് കിട്ടുമോ? ചെക്ക് ഇറ്റ്. Is that okay? 200 meters. Okay ആണോ? Clear? Concept കിട്ടി. Okay. So moving on to our next question. A force F makes the length of a wire 1.001 times the original length. So when I am applying an external force, length of a body, length of a wire increases. എത്ര ഇൻക്രീസ് ചെയ്തു? ഇനിഷ്യലി 1 ആയിരുന്നെങ്കിൽ ഇപ്പോഴിത് 1.001 ടൈംസ് ആയി ഒറിജിനൽ ലെങ്ത്. ഓക്കെ, സോ യങ്സ് മോഡുലസ് ആണ് ചോദിച്ചിരിക്കുക. സോ ഐ നോ യങ്സ് മോഡുലസ് y is equal to FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L ആണ്. y is equal to FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L. സോ ഐ ക്യാൻ റൈറ്റ് ഈ ഡെൽറ്റ L എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഇനിഷ്യലി ഒറിജിനൽ ലെങ്ത് L ആണ്, and the present length is 1.001 L ആണ്, right? Okay, minus L. So what I am getting, 0.00001 L എന്ന് കിട്ടി, അല്ലെങ്കിൽ 0.001 L ആണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ, സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ F into L divided by area not given A. Delta L is 10 to the power minus 3L, right? So L cancels and I am getting 1000 F divided by E. Clear അല്ലേ? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആ, ഫ്ലൂയിഡ്സ് സോളിഡ്സ് എന്നൊക്കെ ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ അല്ലേ? സോ ഫ്ലൂയിഡ്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ യങ്സ് മോഡുലസ് റിലേറ്റഡ് ആയിരുന്നു, സോളിഡ്സിൽ നിന്ന് അല്ല. യങ്സ് മോഡുലസ് റിലേറ്റഡ് ആണ്, സോളിഡ്സിൽ നിന്ന് ചോദിച്ച ഈ ക്വസ്റ്റ്യൻ y is equal to FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L. നോർമലി സോളിഡ്സിൽ നിന്ന് കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം യങ്സ് മോഡുലസ് റിലേറ്റഡോ അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസോ സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെയൊക്കെയാണ് പൊതുവേ ചോദിച്ചു കാണാറ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. ഐ മീൻ നിങ്ങളോട് ചോദിക്കുകയാണ് 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ്, മേ ദേ ഹാവ് സെയിം യങ്സ് മോഡുലസ് ആണ്, കറക്റ്റ് ആണ് അല്ലേ? യങ്സ് മോഡുലസ്
മോഡുലസ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലാതെ ലെങ്തോ ഏരിയ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൾസോ ദേ ക്യാൻ ആസ്ക് യു വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ യങ്സ് മോഡുലസ്. അത് റിലേറ്റഡ് ചോദിക്കാം. യങ്സ് മോഡുലസ് ഒബ്വിയസ്ലി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹാമറിങ്, അനീലിങ്, അതായത് ആ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ എല്ലാം യങ്സ് മോഡുലസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു യങ്സ് മോഡുലസ്? ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് ഡിക്രീസസ് ആണ്. ഇതൊക്കെ ഞാൻ ലോജിക്കലി ആലോചിക്കുകയാണ്. യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ റിജിഡിറ്റി ഓർ വോട്ട് ടു സേ അതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കണം, റൈറ്റ്? സോ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ചൂടാക്കി കഴിയുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, സോ അതിൻ്റെ ആ വോട്ട് ടു സേ സ്റ്റിഫ്നെസ് കുറയല്ലേ ചെയ്യുക. അതുകൊണ്ടല്ലേ നമ്മൾ മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതിനിങ്ങനെ ചൂടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? സോ ചൂടാക്കുമ്പോൾ അത് ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഐ മീൻ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇറ്റ്സ് യങ്സ് മോഡുലസ് ഡിക്രീസസ്. ഓക്കെ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് നമ്മൾ കാണുന്ന സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഈ സെൻറ്റർ ഓഫ് മാസിൽ നമ്മൾ ജസ്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാസ് ഈസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുക. ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാസ് ഐ മീൻ സോ നിങ്ങൾ ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ ഫിഗറിൽ കൊടുത്ത പോലെ അതിൻ്റെ ടോട്ടൽ മാസ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ആ ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിൽക്കുക. അല്ലെങ്കിൽ ഞാൻ എക്സ്പേർട്ട് അല്ല, ഈ പെന്നൊക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ വേണ്ട. സോ വോട്ട് എവർ, അങ്ങനെ ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയും. ഓക്കെ. സോ സെൻറ്റർ ഓഫ് മാസ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. സോ ഒരു ഒബ്ജക്റ്റ് ഒരു ഇറഗുലർ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, ഓർ ടു ബോഡി സിസ്റ്റം, സിംപ്ലി ടു ബോഡി സിസ്റ്റം പറയാം. സോ അവരുടെ സെൻറ്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യണേ. സപ്പോസ് അതിൻ്റെ മാസ് ഇവിടെ M1 എന്ന് പറയുന്ന ഒരു മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് M2 എന്ന് പറയുന്ന അനദർ മാസ് ഉള്ള ഒബ്ജക്റ്റ് ഉണ്ട്. സോ ഐ ഹാവ് ടു ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് മാസ്, എക്സ് കോർഡിനേറ്റ്, ഇതിൻ്റെ ഏതോ ഒരു പോയിന്റിലാണ് ഇവരുടെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക. സോ ദാറ്റ് പോയിന്റ് സപ്പോസ് ഇതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് വെച്ചു. So I can write the coordinate, x coordinate of center of mass. So x coordinate of center of mass I have to write m1 x1 plus m2 x2 divided by m1 plus m2 ആയിരിക്കും. Okay. Similarly, y coordinate of center of mass I can write y coordinate cm എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റിമീറ്റർ അല്ല, ഇവിടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് ഉദ്ദേശിച്ച് എഴുതിയതാ. y cm is equal to m1 y1 divided plus m2 y2 divided by m1 plus m2. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞാൽ അല്ലെങ്കിൽ യു ഹാവ് ടു സമ്മേഷൻ, ഡു ദ സമ്മേഷൻ. എൻ സി ആർ ടിയിൽ സോൾഡ് എക്സാമ്പിൾസ് കിടപ്പുണ്ട്. നമ്മുടെ ഫൈൻഡിങ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ലാമിന എന്നൊക്കെ പറഞ്ഞ്, ട്രയാങ്കുലർ ലാമിന എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചെയ്തു നോക്കണം. സോൾഡ് എക്സാമ്പിൾസ് ആണ്. സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി. ഹൗ ക്യാൻ ഐ ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞിരിക്കുക. ഹൗ ക്യാൻ ഐ ഫൈൻഡ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, ബട്ട് അങ്ങനെയല്ല. ന്യൂമറിക്കലി how can I find the center of mass of a body? So I have to write x coordinate of center of mass. ഇത് x coordinate of center of mass is equal to m1 into mass of first body into suppose ഇയാളുടെ center of coordinates ഇത് x1 ഉം y1 ഉം ആണ്. Okay. m2ൻ്റെ coordinates x2 y2 ആണ്. So I have to write mass of first body into ആ first bodyയുടെ x coordinate m1 x1 plus second body m2 x2 divided by m1 plus m2 ആയിരിക്കും x coordinate of center of mass. Similarly, y coordinate എനിക്ക് ഇതുപോലെ തന്നെ പറയാം. y coordinate of center of mass is equal to m1 y1 plus m2 y2 divided by m1 plus m2 ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. സോ ഇനി നമ്മുടെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സെൻറ്റർ ഓഫ് മാസ് റിലേറ്റഡ് ആണ്. എ പോയിന്റ് മാസ് എം ഈസ് ലൊക്കേറ്റഡ് അറ്റ് പോയിന്റ് 0a. സോ നമ്മുടെ x1 y1 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ കണ്ട x1 y1 അലോങ് y ആക്സിസ്. ഫൈൻ. വേർ ഷുഡ് ബി ദ 2m മാസ് ബി കെപ്റ്റ് ഇൻ ഓർഡർ ടു മേക്ക് ദ സെൻറ്റർ ഓഫ് മാസ് അറ്റ് ദ ഒറിജിൻ. അതായത് നമ്മുടെ കയ്യിൽ 2 ബോഡീസ് ഉണ്ട്, m മാസ് ഉണ്ട്, 2m മാസ് ഉണ്ട്. സോ ഇവരെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഗെറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് അറ്റ് ദി ഒറിജിൻ എന്നാണ് ചോദിച്ചിരിക്കുക. തിങ്ക്. So I know center of mass and equation. So I have to write the equation of center of mass. കുറച്ച് മുന്നേ എന്നോടൊരു കുട്ടി സംസാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നുണ്ട്, ഇക്വേഷൻസ് ഓർമ്മ വരുന്നുണ്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു കണക്ട് ദ ഇക്വേഷൻ വിത്ത് ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതും ഇക്വേഷനോടെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു.
ഓക്കെ, സോ ഞാൻ അതിനെപ്പറ്റി കുറേ ആലോചിച്ചു. ശരിയാണ്, നന്നായിട്ട് ഇക്വേഷൻ പഠിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ആ ഇക്വേഷൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടും. ബട്ട് ഇക്വേഷൻ കൊണ്ട് മാത്രം നമുക്ക് ഫിസിക്സിലെ ഒരു ന്യൂമറിക്കൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ലിറ്ററലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. സോ യു ഹാവ് ടു തിങ്ക് എന്താണ് ഈ സംഭവം, എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് ആലോചിക്കണം. സോ ലിറ്ററലി അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയോട് സംസാരിച്ചതിന് ശേഷം ഞാൻ എല്ലാ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ ഐ എം ഓൾസോ തിങ്കിങ്, അവളുടെ വേയിൽ ഞാനിങ്ങനെ തിങ്ക് ചെയ്യാൻ നോക്കുകയാണ്. സോ ഷീ സേയിങ്, ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ഐ എം ഗെറ്റിംഗ് ദ ഇക്വേഷൻ ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു കണക്ട് വിത്ത് ദാറ്റ്. സോ ഞാനും അങ്ങനെ തന്നെ ഇപ്പോൾ തിങ്ക് ചെയ്യാണ്, എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഇക്വേഷൻ കിട്ടി, അല്ലെ ഇത് റിലേറ്റഡ് ആയൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടിയാലും എങ്ങനെ അതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസിനെ പറ്റിയേ പറയാം. സോ ഐ നോ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ ഐ ഹാവ് ടു റൈറ്റ്. സോ ഐ എം റൈറ്റിംഗ് ദ ഇക്വേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. So x coordinate of center of mass, I can write x center of mass equal to m1 x1 plus m2 x2 divided by m1 plus m2. Okay, like so m1 x1 plus m2 x2 divided by m1 plus m2 is the x coordinate of center of mass. And what I need, ഇവിടെ m1 എന്ന് പറയുന്ന m ആണ്, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ആൻഡ് ഐ മസ്റ്റ് ഗെറ്റ് എക്സ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കണം? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ സെൻറ്റർ ഓഫ് മാസ് മസ്റ്റ് ലൈ അറ്റ് ദി ഒറിജിൻ എന്ന് പറയുന്നുണ്ട്. സോ ഐ ഷുഡ് ഗെറ്റ് 0. എക്സ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള എനിക്ക് 0 കിട്ടണം. തിങ്ക് എക്സ് സെൻറ്റർ ഓഫ് മാസ്, എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് 0 കിട്ടണമെങ്കിൽ ഡു യു തിങ്ക് m1 പ്ലസ് m2 എന്നുള്ള 0 ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഐ മീൻ, സോ ക്രോസ് മൾട്ടിപ്ലൈയിങ് ഐ എം ഗെറ്റിംഗ് m1 x1 പ്ലസ് m2 x2 ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. റൈറ്റ്? മനസ്സിലായോ? സോ നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്നു, ലിറ്ററലി നിങ്ങൾക്ക് ആദ്യം അതിൻ്റെ ഇക്വേഷൻ ഓർമ്മ വരുന്നു, ആ ഇക്വേഷൻ നമ്മൾ നോട്ട് ചെയ്യുന്നു, അതുവരെ പെർഫെക്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം ഈ ക്വസ്റ്റിനെ എങ്ങനെ ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യാം. ക്വസ്റ്റിന് പറയുന്നുണ്ട് എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ലൈസ് അറ്റ് ദ ഒറിജിൻ എന്നാണ് പറയാം. സോ സെൻറ്റർ ഓഫ് മാസ് ലൈസ് അറ്റ് ദ ഒറിജിൻ മീൻസ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആവണമെങ്കിൽ ഐ ഹാവ് ടു ഇക്വേറ്റ് ഇറ്റ്. സോ എക്സ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എക്സ് കോർഡിനേറ്റിന് ഞാൻ 0 എന്ന് കൊടുത്തു, ഈക്വൽ ടു 0 കൊടുത്തു. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന ഇക്വേഷനെ തന്നെ ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്യാണ്. സോ ഐ എം ഗെറ്റിംഗ് m1 x1 പ്ലസ് m2 x2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടാണ്. m1 എന്നുള്ള m ആൻഡ് x1 ഈസ് 0 അവർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, ദിസ് ഈസ് x1. ഓക്കെ, പ്ലസ് m2 x2, m2 എന്നുള്ള 2m എന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് തന്നിട്ടില്ല. സോ ഐ ഡോണ്ട് നോ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. സോ ഐ എം ഗെറ്റിംഗ് 2m ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0 ഓർ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ ആണോ? റൈറ്റ്. സോ നമ്മളിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് എക്സ് കോർഡിനേറ്റ് മാത്രമേ ആയുള്ളൂ. എക്സ് കോർഡിനേറ്റ് 0 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. സോ അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റില്ല, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. 2 ഓപ്ഷൻസ് ആർ ദെയർ. സോ ഐ ഹാവ് ടു ഫൈൻഡ് ദ വൈ കോർഡിനേറ്റ് ഓൾസോ. സോ ഐ ഹാവ് ടു റൈറ്റ് വൈ സെൻറ്റർ ഓഫ് മാസ് ഓഫ് വൈ കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു m1 y1 പ്ലസ് m2 y2 divided by m1 plus m2. Okay, which is also equal to 0. So m1 y1 എന്നുള്ളത് m1 plus m2 anyway not equal to 0. മാസ് അല്ലേ, രണ്ട് ഒബ്ജക്റ്റിൻ്റെ മാസ് ആഡ് ചെയ്യുമ്പോൾ 0 വരില്ല. സോ ഐ ക്യാൻ റൈറ്റ് m1 y1 plus m2 y2 is equal to 0 ആയിരിക്കും. ഓക്കെ, സോ m1 is m, y1 is a, റൈറ്റ്? ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടല്ലോ y1 is a. Plus m2 into m2 is 2m and y2 is I don't know, y equal to 0. So I am getting 2my is equal to minus m into a, and what I need, y is equal to minus a by 2 എന്ന് കിട്ടാണ്. y is equal to minus a by 2 and I got the answer, y is equal to minus a by 2. ഓക്കെ അല്ലേ? സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അല്ലേ? സോ ഐ ഗോട്ട് ദ ഇക്വേഷൻ, സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ ഉണ്ട്, അത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്ത് നമ്മൾ വെറുതെ നോക്കിയാൽ നമുക്ക് കിട്ടൂല. സോ ബിക്കോസ് ക്വസ്റ്റ്യനിൽ പറയുന്ന എക്സ് കോർഡിനേറ്റ് ദേ ആർ ലൈങ് അറ്റ് ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോഴേക്കും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആയിരിക്കും. അങ്ങനെയാണ് വി ഹാവ് ടു കണക്ട്. ഓക്കെ, so moving on to our next question.
ടോർക്കാണ്. ടോർക്ക് എന്താന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, നമുക്കറിയാം. ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ആ ഒരു സെൻറ്റൻസ് ആണ്. ടോർക്ക് ഈസ് റൊട്ടേഷണൽ. ലീനിയർ മോഷനിൽ ഞാൻ എന്താണോ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന് അനലോഗസ് ആയി റൊട്ടേഷനിലുള്ളതാണ് ടോർക്ക് എന്ന് പറയും. ഓക്കെ, ടോർക്ക് ഐ ക്യാൻ റൈറ്റ് ആസ്, നിങ്ങൾക്ക് ഇക്വേഷൻ ഡയറക്റ്റ് അറിയാമായിരിക്കും. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു perpendicular distance between force and axis of rotation. So here you can see, okay, so നമ്മളൊരു ഫസ്റ്റ് ഫിഗർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. when an object is rotating, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന് ഞാൻ ലീനിയർലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഫോഴ്സ്. യു ക്യാൻ സി എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സും അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനും തമ്മിലുണ്ടാവുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഞാൻ ആർ എന്ന് വിളിക്കുക. സോ ഐ ഹാവ് ടു റൈറ്റ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ഞാൻ ഡിറക്ഷൻ നോക്കിയിട്ടില്ല. സോ ഐ ഹാവ് ടു റൈറ്റ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു വാട്ട് ഐ ഷുഡ് റൈറ്റ്, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഓക്കെ, സോ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആയിരിക്കും നമുക്ക് വരിക. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, വെയർ ആർ ഈസ് ദി ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഫ്രം വെയർ യു ആർ അപ്ലൈയിങ് ദ ഫോഴ്സ് ആൻഡ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇവർ തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് ആർ എന്ന് മെൻഷൻ ചെയ്യുക. ആൻഡ് ടോർക്ക് ഒബ്വിയസ്ലി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ബിക്കോസ് ക്രോസ് പ്രോഡക്റ്റ് ആണ്. സോ എന്തായാലും വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ആൻഡ് വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ടോർക്ക്? Torque will be always perpendicular to force and the distance. That means it always perpendicular to the direction of force or plane containing force and R. Cross product അല്ലേടാ നമ്മൾ പഠിച്ചിട്ടില്ലേ. സോ സപ്പോസ് ഇഫ് ഐ എം റൈറ്റിംഗ് എ ക്രോസ് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ എ ക്രോസ് ബി വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ബോത്ത് എ ആൻഡ് ബി. എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും എ ക്രോസ് ബിയുടെ ഡിറക്ഷൻ. ഇത് നമ്മൾ ഒരുപാട് ക്രോസ് പ്രോഡക്ട്സ് പഠിച്ചിട്ടുണ്ട്, റൈറ്റ്. നമ്മുടെ ലീനിയർ മോഷനിലൊക്കെ, ഐ മീൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ടോർക്ക് പഠിച്ചിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആയിരിക്കും. യാ, സോ ഇൻ ദ ആനിമേഷൻ യു മേ ക്യാൻ സി, കണ്ടോ, ഫോഴ്സും ആറും തമ്മിലുള്ള പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് ടോർക്കിൻ്റെ ഡിറക്ഷൻ, റൈറ്റ്. ഓക്കെ, സോ മൂവിങ് ഓൺ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 4i ക്യാപ് മൈനസ് 5j ക്യാപ് പ്ലസ് 3k ക്യാപ് ഈസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് r1 ഈസ് ഈക്വൽ ടു i പ്ലസ് 2j പ്ലസ് 3k. ഫൈൻ. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് i പ്ലസ് 2j പ്ലസ് 3k. ദാറ്റ് മീൻസ് 3 dimensionally the point is represented. And the torque experienced of the force F about the point 3i minus 2j minus 3k എന്ന് തന്നിരിക്കും. സോ ഫസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. എന്താണ്, വളരെ സിമ്പിളാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് അവർ ഫിഗർ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സപ്പോസ് നമ്മൾ ആ റൊട്ടേഷൻ്റെ കേസ് തന്നെ എടുക്കുക. ഈ പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ എന്നോട് പറഞ്ഞിരിക്കുന്ന അനദർ പോയിന്റിലെ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് പോയിന്റ് ഈസ് ഗിവൺ അസ് i പ്ലസ് 2j പ്ലസ് 3k ആൻഡ് r2 ഈസ് ഗിവൺ അസ് 3i മൈനസ് 2j മൈനസ് 3k എന്ന് തന്നിരിക്കുക. സോ വാട്ട് വിൽ ബി ആർ ഹിയർ? നിങ്ങൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ഇതിൽ ഏതാണ്, R1 ആണോ R2 ആണോ എടുക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ആണ്. സോ ഐ ഹാവ് ടു റൈറ്റ് ആർ ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ആണ്. സോ ഐ ഹാവ് ടു റൈറ്റ് 3i മൈനസ് 2j മൈനസ് 3k മൈനസ്. സോ എന്ത് കിട്ടൂടാ, ഞാനിതിങ്ങനെ സ്റ്റെപ്പൊന്നും എഴുതണ്ട, അത് ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. i പ്ലസ് 2j പ്ലസ് 3k. നിങ്ങളെപ്പോലെ മാത്സ് എക്സ്പേർട്ടായിട്ട് ആളുകൾക്ക് ഞാനിങ്ങനെ സ്റ്റെപ്സ് ഒന്നും എഴുതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സോ 3 മൈനസ് 1 2 2i മൈനസ് 2 മൈനസ് 2 മൈനസ് 2 മൈനസ് 2 നമുക്ക് വീണ്ടും ഒരു മൈനസ് 2. സോ വോട്ട് ഐ എം ഗെറ്റിംഗ് മൈനസ് 4j ക്യാപ് മൈനസ് 3 മൈനസ്, സോ മൈനസ് 6k ക്യാപ്. ഹാവ് യു ഗോട്ട് ദിസ്? കറക്റ്റ് അല്ലേ? So I am getting 3 minus 1 2 minus 2 minus 2 I am getting minus 4j cap minus 3 minus 6k cap. Okay, so R I got. What I need, torque calculate ചെയ്യana paraya. So I know torque tau is equal to R cross F ആണ്. So what should I do? Cross product കണ്ടുപിടിക്കണം. 3 dimensionally how can I find the cross product? നമ്മളതിനൊരു വേ പഠിച്ചിട്ടുണ്ട്. യു മേ ബി റിമെമ്പറിങ് എ ക്രോസ് ബി ഐ ജെ കെ മെട്രിക്സ് പോലെ എഴുതുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് ആർ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു ഐ ക്യാൻ റൈറ്റ്. വളരെ സിമ്പിളാണ്. ഇഫ് യു ഡോണ്ട് നോ ദിസ്, എന്നാലും ഇപ്പോൾ പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ജസ്റ്റ് 2 ലൈൻസ് വരയ്ക്കുക. സോ ഐ ക്യാൻ റൈറ്റ് ഐ ജെ കെ
and r cross f അല്ലേ. So first I should write r. 2 minus 4 minus 6. f is 4 minus 5 3, right? 4 minus 5 3. While writing നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക വാല്യൂസ് കറക്റ്റ് അല്ലേ. Now you can do like this. First I into ആ ഫസ്റ്റ് റോ ഐയുടെ റോ ആൻഡ് കോളം എലിമിനേറ്റ് ചെയ്യുക. ദെൻ ഐ എം ഗെറ്റിംഗ് -12 മൈനസ് 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 പ്ലസ് ആണ്, ബട്ട് എഗെയിൻ ഒരു മൈനസ് വരും, -30 വരും, റൈറ്റ്? പ്ലസ് ജെ ക്യാപ്പ് ഇൻറ്റു പ്ലസ് അല്ല മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു വോട്ട് ഐ വിൽ ഗെറ്റ് ജെ ക്രോസ് ചെയ്ത് ജെയുടെ കോളം ആൻഡ് റോ ക്യാൻസൽ ചെയ്തു. സോ വോട്ട് ഐ എം ഗെറ്റിംഗ് 6 മൈനസ് മൈനസ് 6 പോയി. സോ 6 മൈനസ് 24 മൈനസ് മൈനസ് പ്ലസ് ആണോ? യാ 6. So j column and row cancel ചെയ്തു. 6 മൈനസ് മൈനസ് പ്ലസ് 24 പ്ലസ് k ക്യാപ്പ് ഇൻറ്റു ജെയ്ക്ക് മാത്രമേ നമ്മൾ നെഗറ്റീവ് കൊടുക്കുള്ളൂ. k ക്യാപ്പ് ഐ വിൽ റൈറ്റ് ഹിയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ k ക്യാപ്പ് ഇൻറ്റു കെയുടെ റോ ആൻഡ് കോളം എലിമിനേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഐ എം ഗെറ്റിംഗ് -10 മൈനസ് മൈനസ് പ്ലസ് 60. ഓക്കെ അല്ലേ? സോ വാട്ട് ഐ എം ഗെറ്റിംഗ് -42 ഐ ക്യാപ്പ് -30 ജെ ക്യാപ്പ് ആൻഡ് പ്ലസ് 6 k ക്യാപ്പ് കിട്ടും. സോ ഇവർ ആ നെഗറ്റീവ് മാറ്റി എലിമിനേറ്റ് ചെയ്തൊരു കോമൺ എടുത്ത് ഐ എം ഗെറ്റിംഗ് 42 ഐ ക്യാപ്പ് പ്ലസ് 30 ജെ ക്യാപ്പ് -6 കെ ക്യാപ്പ് എന്നാണ് ആൻസർ കിട്ടുക. യു ക്യാൻ ചെക്ക് ഇറ്റ്. ഓക്കെ അല്ലേ? സോ ജസ്റ്റ് ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണ്, എ ക്രോസ് ബി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അല്ലെങ്കിൽ ഏതൊരു ക്രോസ് പ്രോഡക്റ്റും നിങ്ങൾക്ക് 3 ഡയമെൻഷനലി ഇങ്ങനെ എടുക്കാവുന്നതാണ്. ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ +2 മാത്സ് പഠിച്ചവർക്ക് അറിയാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഓരോ കോളം ഐ എടുക്കുകയാണ്, ഐയുടെ കോളം ആൻഡ് റോ യു ക്യാൻ എലിമിനേറ്റ്. ഓക്കെ അല്ലേ? യെസ്. സോ മൂവിങ്. ഇനി നമ്മളൊരു ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റിൻ്റെ കേസ് പറയാം. വെൻ എ സാറ്റലൈറ്റ് ഈസ് റിവോൾവിങ്, സാറ്റലൈറ്റ് ഈസ് ഹാവിങ് എ ടൈം പീരീഡ്. ഒറ്റ തവണ പോയി റിവോൾവ് ചെയ്ത് തിരിച്ചു വരാൻ എടുക്കുന്ന ടൈമാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഐ ക്യാൻ റൈറ്റ് T is equal to 2π into √r³ ആണ്. ഓക്കെ. സോ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഓരോ സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് ദാറ്റ് മീൻസ് യു ക്യാൻ സീ പ്രപ്പോർഷണൽ ടു r⁵2 ആണ്. ഈ r എന്താ? വാട്ട് ഈസ് ദിസ് r? r is the radius of orbit ആണ്, where small letter r is the radius of orbit. Okay, small letter r is the radius of orbit. Okay, let's so T is equal to 2π into √r³/g. Clear അല്ലേ? Yes. So നമുക്കിത് സിമിലർ ആയൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. If gravitational force varies inversely with the as the fourth power of distance. Gravitational force actually varies with the fourth power of distance alla, right? So I know gravitational force F is equal to, I can write the equation F is equal to gm1 m2 divided by r² ആണ്. Okay, gravitational force is inversely proportional to square of distance ആണ് in reality. But in the question it is given fourth power of distance in a proportional ആണ് തന്നിരുന്നാൽ I have to write this is proportional to 1/r⁴ എന്ന് തന്നിട്ടുണ്ട്. So from this I can write gm is proportional to 1/r² എന്ന് വരും അല്ലേ? ഇത് രണ്ടുകൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ I am getting gm. സോ ഈ m1 m2 എന്നുള്ളത് ഞാൻ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും എഴുതാം. എർത്തിൻ്റെ മാസം ഒബ്ജക്റ്റിൻ്റെ മാസം. ഓക്കെ ഓക്കെ. സോ I can write gmm proportional to 1/r² എന്ന് കിട്ടി. I use the gravitational force in the general equation F is equal to gm1 m2 divided by r² use ചെയ്തു. Then after that in the question അവർ പറയുന്നുണ്ട് gravitational force in this particular case gravitational force is inversely proportional to fourth power of distance എന്ന് തന്നിട്ടുണ്ട്. So I use this. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടൈം പീരീഡ് ആണ് ചോദിക്കുക. So I know the time period T is equal to 2π into √r³ r³ divided by gm. So for gm I can substitute gm is proportional to 1/r². So I know T 2π proportional to r³ divided by gm is inversely proportional to 1 divided by r² and I am getting the equation 2π into √r⁵ എന്ന് കിട്ടുകയാണ്. Or I can write time period is proportional to r⁵ 5/2. Is that okay?
സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഈവൻ ഗ്രാവിറ്റേഷനിൽ നിന്ന് മച്ച് മോർ ഇങ്ങനെ തന്നെ, അതായത് നമുക്ക് ഓൾറെഡി ഒരു റിലേഷൻ അറിയാമായിരിക്കും, ബട്ട് ആ റിലേഷനെ ഓവർകം ചെയ്ത് അവർ വേറൊരു വാല്യൂ തന്നിട്ടുണ്ടാവും. റിലേഷനിലെ പോലെ അല്ലാതെ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പ്രപ്പോർഷണൽ ടു ദാറ്റ് 4th പവർ ഓർ 5th പവർ ഓഫ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഒരു ഡേറ്റ് നിന്ന് നമുക്ക് വേണ്ട ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യം ഞാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി. ആൻഡ് ഐ നോ it is actually proportional to 1/r² ആണ്. But in the question it is given it is proportional to 1/r⁴ ആണ്. അവരെ ക്യാൻസൽ ചെയ്ത് എനിക്ക് GM ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ GM പ്രപ്പോർഷണൽ ടു 1/r² എന്ന് കിട്ടി. ബട്ട് ഇവിടെ കൊണ്ട് തീരുന്നില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ടൈം പീരീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടൈം പീരീഡ് കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ടൈം പീരീഡിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? യെസ്. സോ മൂവിങ് ഓൺ. ഇനി റൊട്ടേഷണൽ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. റൊട്ടേഷണൽ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഐ മീൻ ലീനിയർ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഈസ് 0. I can say if the net force acting on a body is 0, the body is said to be at equilibrium നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ റൊട്ടേഷനിൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്താ? ടോർക്കാണ്. So I can say if the net torque acting on a body is 0, the body is said to be in rotational equilibrium ആയിരിക്കും. റൈറ്റ്. റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഒരു അസർഷൻ റീസൺ ആണ്. വെൻ ദി നെറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് 0, ദെൻ ഇറ്റ് മസ്റ്റ് ബി റൊട്ടേഷണൽ ഈക്വിലിബ്രിയം. കറക്റ്റ് ആണല്ലേ? നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ആണ്. ടോട്ടൽ ഓർ വെക്ടർ സം ഓഫ് ഓൾ ദി എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് 0, ദെൻ ദ ബോഡി ഈസ് സെറ്റ് ടു ബി റൊട്ടേഷണൽ ഈക്വിലിബ്രിയം. കറക്റ്റ് ആണ്. Then I can move to second statement. When the net force acting on a body is 0, then the angular momentum must remain constant എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So net force acting on a body is 0 ആണെങ്കിൽ I know from Newton's second law I know F is equal to dp by dt, right? So net force, suppose net force is 0 and I can say linear momentum will be constant and that statement will be correct. If net external force acting on a body is 0, that body is said to be linear equilibrium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. Or momentum, linear momentum will be constant. But in the question it is given net force 0 ആണെങ്കിൽ angular momentum must remain constant എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടോ? Think about that. Net force 0 ആണെങ്കിൽ angular momentum constant ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ്, റിമൈൻ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ നിർബന്ധമില്ല. വാട്ട് ഐ എം സേയിങ് ഈസ് ഇഫ് നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ നെറ്റ് ടോർക്ക് 0 ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിന് ഏറ്റവും സിമ്പിളായിട്ട് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, സിമ്പിളല്ല ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? സോ വെൻ എ ഡൈപോൾ ഈസ് കെപ്റ്റ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വി ഹാവ് സീൻ, അതിൽ നെറ്റ് ഫോഴ്സ് 0 ആണ് ബട്ട് നെറ്റ് ടോർക്ക് 0 അല്ല. റൈറ്റ്. Uniform electric field, when a dipole is kept in a uniform electric field, net force will be 0 but net torque 0 alla. As same way I can say net force acting on a body 0 doesn't mean that net torque is 0. ഇവിടുന്ന് എനിക്ക് പറയാൻ പറ്റില്ല net torque 0 ആവണമെന്ന് നിർബന്ധമില്ല. May be 0 or may not be 0. Net force not equal to 0 or I have to write നെറ്റ് ടോർക്ക് മേ ബി നോട്ട് ഈക്വൽ ടു 0. മേ ബി ആണ്, ഈക്വൽ ആവണമെന്നല്ല, 0 ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ. സിമിലർലി തിരിച്ചും എനിക്ക് പറയാൻ പറ്റും നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ നെറ്റ് ഫോഴ്സും 0 ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. സോ അവർ ആൻസർ വിൽ ബി ബോത്ത് എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ് എന്നാണ് ആൻസർ കിട്ടുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആവുക. നമുക്ക് അറിയാമായിരിക്കാം ബട്ട് ക്വസ്റ്റ്യൻ മേ ബി കുറച്ചൊന്ന് ട്വിസ്റ്റഡ് ഒക്കെ ആയിരിക്കും. ഓക്കെ. സോ മൂവിങ് ഓൺ. ഇനി എർത്തിൻ്റെ സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ്. നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസസ് ആണെന്നറിയാം. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് ഐ ക്യാൻ റൈറ്റ് GH ഈസ് ഈക്വൽ ടു G ഇൻറ്റു R/R+H ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അല്ലെങ്കിൽ ഇഫ് H ഈസ് വളരെ സ്മോളർ ദാൻ R ആണ് യു ക്യാൻ റൈറ്റ് G ഇൻറ്റു 1 - 2H/R. സിമിലർലി ഡെപ്തിലാണെങ്കിൽ ഐ നോ ദ ഇക്വേഷൻ GD ഈസ് ഈക്വൽ ടു G ഇൻറ്റു 1 - D/R ആണ്. സോ ഇത് സിമിലർ ആയൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. ഇഫ് G is the acceleration due to gravity at the surface of Earth, then what will be the value at a depth 64 km from Earth's surface? So I can directly use GD is equal to G into 1 - D/R.
So D's value is given, so I can write G into 1 minus D is 64 divided by radius of earth is given, so cancelling what I am getting 1 minus 1 by 100, so 99 G divided by 100 എന്ന് ആൻസർ കിട്ടുന്നു and it's perfect, right? വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ റൊട്ടേഷൻ, ഗ്രാവിറ്റേഷൻ, സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. പഠിക്കുന്ന ഓരോ പോയിന്റ്സിനെ നിങ്ങൾ ഏറ്റവും സിമ്പിളായി കണക്ട് ചെയ്യുക. അതിനൊരു ലോജിക്കൽ പക്ക ഒരു വലിയ റീസൺ ഒന്നും കൊടുക്കണമെന്നില്ല. മേ ബി നമുക്കൊരു കറക്റ്റ് ഫിസിക്സിലെ മീനിങ് കിട്ടിയില്ലെങ്കിലും യു ഹാവ് ടു കണക്ട് ഇറ്റ്. എങ്ങനെയെങ്കിലും കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ, ഇക്വേഷൻസ് പഠിക്കുമ്പോൾ ട്രൈ ടു കണക്ട് ഇറ്റ്. സോ നിങ്ങൾ ആ മറന്നു പോകുന്നെന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും നന്നായി പഠിക്കുക. താങ്ക് യു ഓൾ.